അപ്പം ഷൈൻ ചേട്ടൻ പുള്ളിയുടെ ചുണ്ട് പല്ലിങ്ങനെ പൊങ്ങിയിരിക്കുള്ളൂ. ഉറങ്ങുമ്പോൾ വായടക്കില്ല. കറക്റ്റാണ്. അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ അത് അവര് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ചെയ്തതാ. ഷൈൻ ചേട്ടോ ഷൈൻ ചേട്ടാന്ന് വിളിക്കണം. ഷൈൻ ചേട്ടനല്ലേ ഞാൻ. ഇന്റർവ്യൂ എടുക്കാൻ സമയം അതുകൊണ്ടാണ് വിളിച്ചത്. സമയം ചോദിക്കണം. അല്ല ചേട്ടാ ഉറങ്ങുന്നോണ്ടായിരുന്നു വിളിക്കാഞ്ഞതേ. ഉറങ്ങുമ്പോഴാണ് വിളിക്കേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഉറങ്ങുമല്ലോ. പറ്റത്തില്ല. കഴിച്ചായിരുന്നോ? ആരും കഴിച്ചോ? ചേട്ടാ ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാം. ബിഗ് ബോസ് കത്ത് നിൽക്കല്ലേ, നമുക്ക് വേറെ ലെവലിൽ നിൽക്കല്ലേ ബിഗ് ബോസ്. എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ പോവോ? ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. എന്താ കാരണം ബിഗ് ബോസിനകത്ത് ഓടി നടക്കുന്ന സൗകര്യമില്ല. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് റൗണ്ടിന് 3 റൗണ്ട് ചുറ്റണം. കല്ലൂർ സ്റ്റേഡിയത്തിന് അത്ര ചുറ്റണ പോലെ 3 റൗണ്ട് ചുറ്റിയാൽ നടക്കുള്ളൂ. അതിനകത്ത് പുറത്ത് പോലും വിടത്തില്ല. ആയിരുന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അല്ല കുറെ സ്ഥലമുണ്ട്, കറങ്ങാൻ സ്ഥലങ്ങളുണ്ട്. എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാം. കഞ്ചാവ് പറയുമ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഇതിനെ വയലന്റ് ആവുന്നത് മനസ്സിലായില്ല. കഞ്ചാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വയലന്റ് ആവുന്നത്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വയലന്റ് ആവൂല. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവും. അങ്ങനെയല്ലേ നമ്മള് അടിക്കാറുണ്ട്. നീ അടിച്ചിട്ടുണ്ടോ കഞ്ചാവ്? ഞാൻ അടിക്കാറില്ല. ഞാൻ അടിക്കാറില്ല. ചേട്ടന് ഫോൺ ഇത്ര അലർജി എന്താ? ഫോൺ അലർജി എന്ന് പറഞ്ഞാൽ ഫോൺ അലർജി എന്ന് പറഞ്ഞാൽ ഫോൺ ചെവി വെക്കുമ്പോ ചിലവന്മാര് മിണ്ടൂല. ഞാൻ വിളിക്കും, അവന്മാര് ചോദിക്കൂല. അതുകൊണ്ട് അലർജി. ഒന്ന് ഫോണുണ്ടോ കയ്യില്? എന്റെ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചെറിയും. ഫോൺ ക്യാമറ അഖിലെ ഫോൺ അഖിലിന്റെ ഫോൺ ഉണ്ട്. അവന് ഐഫോണിലെ. അല്ല അഖിലെ ഫോൺ കൊടുത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഫോൺ വേണോ? എന്റെ കയ്യിലുണ്ട്. ഞാൻ നല്ല ക്യാച്ച് എടുക്കുന്ന ആളായിട്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ ആദ്യം പറഞ്ഞല്ലോ ഫോൺ തരില്ലാന്ന് പറഞ്ഞു. എന്റെ ഫോൺ തെറിയാൻ ഷൈൻ ചേട്ടാ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ ഓടി നടക്കണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ കത്തി നിൽക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ കത്തി നിൽക്കുകയാണെങ്കിൽ നീര് കളിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഓഫാക്ക്. ചേട്ടനോട് എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറഞ്ഞു. ഞാൻ നീ അങ്ങനത്തെ ചോദ്യങ്ങളാ ചോദിക്കണത്. കറക്റ്റ് മറുപടി പറയാം. എന്നാ ചോദിക്കണത്? ചേട്ടൻ ബിഗ് ബോസിൽ വരണം. ഞാൻ ബിഗ് ബോസ് വന്നിട്ട് നീ അങ്ങനെ പറയണ. ബിഗ് ബോസ് പറഞ്ഞ ആവശ്യമില്ല. ചേട്ടൻ വന്നാൽ അടിപൊളിയായിരിക്കും. ചേട്ടൻ പറയണം. ചേട്ടൻ വന്നാൽ അടിപൊളിയാവും എന്നൊക്കെ പലരും പറയാറുണ്ടേ. ചേട്ടൻ ഇപ്പൊ സിനിമകൾ കുറവല്ലേ ചേട്ടാ? അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് പോയിക്കോളൂ. സിനിമകൾ കുറവാണെന്ന് നീ സിനിമ കാണാറുണ്ടോ? ഞാൻ ഒത്തിരി സിനിമ കാണാറുണ്ടോ? എന്നിട്ടാണ് നിങ്ങൾ ചോദിക്കണത്. ആണോ? അടിപൊളിയായിട്ടാ. ഇതേ നമ്മുടെ ഷൈൻ ചേട്ടനെയും ഇവനെയും കൂടെ ഒരു വേദിയിൽ കൊണ്ടിരുത്തിയിട്ട് നമുക്ക് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കണം. എങ്ങനെ ഉണ്ടാവും അറിയാം. അടിപൊളിയാ കേട്ടോ. സൂപ്പർ. കുറച്ച് സമയം ഡബ് ചെയ്യുന്നതും അതുപോലെ കേട്ടോ. ആണല്ലേ? സ്റ്റുഡിയോ ഡബ് ചെയ്യുന്നതെന്ന് അറിയാം. ഒരാള് കല്ലെടുത്തറിയാണെങ്കിലേ എരിടാ കല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആക്ഷനോടെ ചെയ്യുന്നല്ലേ. പക്ഷെ കുറച്ച് സമയം ഷൈൻ ചേട്ടൻ എന്റെ അടുത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേന്. ഇനി ബേസിലിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക്. കാര്യം നമ്മളിപ്പോ കുറെ ആർട്ടിസ്റ്റുകളെ കേട്ടു. ഇനി 1-2 പേരോടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കൊണ്ടുവരാം. ഇപ്പൊ ബേസിലെ വീട്ടിലൊക്കെ എല്ലാരും പറയുന്നുണ്ടോ കല്യാണം കഴിക്കാൻ പെട്ടെന്ന്? ഇല്ലില്ല. അതെന്താ? വീട്ടുകാര് പറയുന്നില്ല, ഞാൻ പറയണ്ട. ഇല്ല കല്യാണം എല്ലാം ഓക്കെ. അതൊക്കെ എനിക്കറിയാം. ഇപ്പഴേ വിളിക്കാറുണ്ടോ ആള്? ഇല്ല, ചിന്തിക്കുന്നില്ല. ആള് വിളിക്കാറുണ്ട്. നിങ്ങൾ ആ സമയത്തെ അന്നാ ഇന്റർവ്യൂ സമയത്ത് ഇടയ്ക്ക് പോരാന്ന് പോയാൽ അറിയാം. അല്ല ബേസിലിന് ഒരു 3-4 വർഷമായിട്ട് ഒരു പ്രണയം. എന്റെ പൊന്നളിയാ ചുമ്മാ ചതിക്കല്ലേ. ചുമ്മാ പറഞ്ഞാണേ പ്രണയം എന്ന് പറഞ്ഞ സാധനം ഇല്ല. 10ാം ക്ലാസ് +2 വെച്ച് പരിപാടി നീ തൊഴണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണോ? സസ്പെൻഷൻ കിട്ടിയായിരുന്നു ഒരു ദിവസം. പ്രണയം തെറ്റാണോ? +2 വെച്ച് സസ്പെൻഷൻ കിട്ടിയായിരുന്നു. ആ സ്കൂളിലൊരു ചെറിയൊരു റിലേഷൻ അങ്ങോട്ട്. അല്ല പെണ്ണുങ്ങൾക്ക് ലവ് ലെറ്റർ കൊടുത്താൽ സസ്പെൻഡ് ചെയ്യത്തില്ല. അല്ല അങ്ങനെയല്ല വിഷയം. ഇത് സസ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 3-5 പേർക്ക് നമുക്ക് ചുമ്മാ ക്രഷ് വന്നല്ലോ. ഒരാൾക്ക് എത്ര പേർക്ക് തോന്നി? അല്ല ഒരാൾക്ക് എനിക്കൊരാളോട് വേറെ ആൾക്കൊരാളോട് അങ്ങനെ. ഞാൻ +2 പഠിക്കുന്നു, +1 പഠിക്കുന്നു. അപ്പൊ ഈ +1 പഠിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ത് ചെയ്തു, ഈ NSS ക്യാമ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് വേറെ ആളൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ ഇവരുമായിട്ട് ഭയങ്കര ഇടി ബഹളം. ലാസ്റ്റ് എന്നെ മാത്രം സസ്പെൻഡ് ചെയ്തു. എന്തിനാ? എനിക്ക് അതാ ഇപ്പോഴത്തെ അത് ദൃശ്യത്തിലെ മോല പറഞ്ഞല്ലോ. ആ പുള്ളിക്കാരിക്കും ആ പ്രിൻസിപ്പളിന് മാത്രം അറിയാം. ഞാൻ ചോദിച്ചോട്ടോ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. പണ്ട് നമ്മൾ ഇടിയുണ്ടാക്കുന്ന സമയത്തെ നമ്മൾ കൂട്ടുകാരമ്മ അടി ഉണ്ടാവുമ്പം അടി ഉണ്ടാവട്ടെ എന്ന് പറയും. ഇങ്ങനെ ആക്കും. പക്ഷെ അറിയില്ല. അല്ല എന്നിട്ട് നമ്മളെന്ന് ഇടിക്കും. ഇടി ഉണ്ടാക്കി ഇടിക്കുക. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കും എന്തിനാണ് ഇടിച്ചതെന്ന് ചോദിക്കും. അപ്പൊ പറയാം ഒന്നുമില്ല എന്റെ പേന എടുത്താണ് ഇടിച്ചതെന്ന് പറയും. ചെറിയൊരു സാധനം എടുത്തെന്ന് പറയും. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. തൊട്ടപ്പുറത്തൊരു തേങ്ങ ചാടി കഴിഞ്ഞാൽ അപ്പുറം അവന്റെ തലക്കടിച്ച് ആ തേങ്ങോട് തലക്കടിച്ചു. അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ. ഈ ഇപ്പോഴത്തെ ബിഗ് ബോസ് ബേസിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ അഖില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കലാകാരാണ്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ പൊതുവെ ഇപ്പൊ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ വന്നോണ്ടിരിക്കുക. ബേസിൽ എന്താ പറയാനുള്ളത്? അല്ല ഇത് ഞാൻ പറഞ്ഞത് ഒരു പീരീഡ് കഴിയുമ്പോൾ ഇതങ്ങ് ഒതുങ്ങും. ഇതൊക്കെ ചുമ്മാ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറെ പേര് പ്രതികരിക്കും. പക്ഷെ ഇത് അതിൽ ഒരു കൂട്ടം പെൺകുട്ടികളെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞു ബ്രോ, ഇപ്പൊ എന്നെ സമയത്തോളം ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നാമത് ആ ഷോ കാണാറില്ലല്ലോ. പിന്നെ ഏത് മേഖലയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ പുള്ളി അതിനകത്ത് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എല്ലാ മേഖലയും ഉണ്ട്. പുള്ളി പറഞ്ഞ അഭിപ്രായത്തെ യോജിക്കുന്നു. പക്ഷെ അഭിപ്രായത്തിൽ തന്നെ പുള്ളി നിക്കണം കേട്ടോ. കുറച്ച് മാറരുത്. തെളിവ് വേണ്ടേ? ചിലപ്പോ ഡിലീറ്റ് ചെയ്ത് കളി. തെളിവ് വേണ്ടേ? ഞാൻ ഇത് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു.
അങ്ങനെയൊക്കെ വരും. അങ്ങനെയല്ല പുള്ളി നിൽക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ നല്ല മനസ്സ്, പുള്ളിയാണ് പ്രതികരിക്കാനുള്ളൂ, വേറെ ആരും പ്രതികരിച്ചോ? ഫിസിലെ നമുക്കൊരാൾക്കൊരു പ്രാങ്ക് കോൾ കൊടുക്കാം. അപ്പോൾ എനിക്ക് റെയിൽവേയിൽ കൂടുതൽ ടിക്കറ്റ് ഒക്കെ എടുത്തരാം. കാര്യം ഇവിടെയൊക്കെ വരാൻ നേരം റിസർവേഷൻ ചെയ്തിരുന്ന സാറുണ്ട് ശ്യാം. പുള്ളിയുടെ യൂട്യൂബറൊക്കെയാണ്. അപ്പോൾ റെയിൽവേ പോലീസാണ്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം. പോലീസാണോ? പിടിച്ചോണ്ട് പോകത്തില്ല. റെയിൽവേ പോലീസ് കുഴപ്പമില്ല, കള്ളവണ്ടി. ഹലോ സാർ ഒന്ന് ഡ്യൂട്ടിയിലാണോ? അനീഷാണ് സാറേ. പിന്നെ ഞാൻ വിളിച്ച എൻ്റെ നമ്പർ ഫോൺ ഓഫാണ്. പിന്നെ സാറിൻ്റെ നമ്പർ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്, ഇവിടെ എഴുതി വെച്ചിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നെന്ന്. അപ്പം നമ്മുടെ സ്റ്റുഡിയോയിലാണ്, നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ. അപ്പോൾ അവിടെ ഞാൻ ഷൈൻ ടോം ചാക്കോ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കുന്നൊരു ഫോൺ സെഗ്മെൻ്റ് ഉണ്ട് കോൾ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പുള്ളി യൂട്യൂബറാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒരു പുള്ളിയും കിട്ടട്ടെ, ഫോൺ റെക്കോർഡ് ചെയ്തോളൂ, ഷൈൻ ചേട്ടൻ്റെ കൊടുക്കാം. എന്തെങ്കിലും ചോദിക്കേണ്ടോ ഷൈൻ ടോം ചാക്ക അറിയില്ലേ? ഞാൻ ഒന്ന് എക്സൈറ്റഡ് ആവണ്ട, ഞാൻ ഒന്ന് കൊടുക്കട്ടെ, സംസാരിക്കും. ശ്യാം എന്നാണ് പുള്ളി, റെയിൽവേ പോലീസാണ്. ഹലോ ശ്യാം, എന്തൊക്കെയുണ്ട്? സുഖമാണോ? ചിരിക്കണം, ഇങ്ങനെ ചിരിക്കില്ലേ ശ്യാമേ? ഞാനിവിടെ ഇന്റർവ്യൂ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോലീസിലാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിളിച്ചതാ. സിനിമ അഭിനയിക്കോ? ശ്യാം എന്ന് പറയുമ്പോ ശ്യാമേനി ഋതുകുല സ്നേഹദൂതുമായി വാ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. കൊല്ലത്ത് വന്നപ്പോല്ലേ ഞാനവിടെ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നായിരുന്നു. കുറെ പേരൊക്കെ വിളിക്കുന്നുണ്ട്, കലോത്സവം വന്ന കുറെ പേര് നമ്പർ മേടിച്ചിട്ട് വിളിക്കുന്നുണ്ട്, ലേഡീസൊക്കെ. ശ്യാമ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞു. യൂട്യൂബറാണോ? യൂട്യൂബറാണ് ആള്. പകുതി യൂട്യൂബറും പകുതി പോലീസ്. അത് അരക്ക് യൂട്യൂബറും മേളിലേക്ക് പോലീസും അല്ലേ? സൈഡ് ബേസ് ആണോ? സൈഡ് ബേസ് അങ്ങനെ ചെയ്യരുത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് വിജയമുള്ളൂ. ശ്യാമേ, ശ്യാമ ഇങ്ങനെ ചിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാനിങ്ങനെ ചിരിക്കാറ്, ഞാൻ എപ്പോഴും ചിരിക്കണോണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവണേ. ശ്യാമേ, അപ്പൊ ശ്യാമിന് എന്തൊക്കെയോ ചോദിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയണ്ട്. ശ്യാമ ചോദിക്കട്ടല്ലേ? ശ്യാം സാർ എന്തെങ്കിലും ചോദിക്കാം. അല്ല ഞാൻ സോറി, പോലീസാന്ന് ചോദിച്ചാൽ ശ്യാം എന്ന് പറഞ്ഞാൽ തെറ്റിരിക്കില്ല കേട്ടോ. സാറേ എന്നാണ് മനസ്സിൽ ചുമ്മാ പറഞ്ഞുള്ളൂ. ശരി, ഓക്കെ ശ്യാമും എന്നെ കുറിച്ച് എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ ശ്യാമ്? എന്റെ ഏത് സിനിമ കണ്ടിട്ടുള്ളേ? ഏത് സിനിമ കണ്ടിട്ടുള്ളേ? കുമ്പളങ്ങി നൈറ്റ്സാ? ഞാനാ കുമ്പളങ്ങി നൈറ്റ്സിന് അത് ഫഹദ് ഫാസില്, ഇത് ഷൈൻ ടോം ചാക്ക. സത്യം പറ, നീ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇരിക്കണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാം, പോലീസ് സാർ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇരിക്കണത്? എക്സൈറ്റ്മെന്റ് കൊണ്ട് പേര് മാറിപ്പോയില്ലേ? നാളെ ചെല്ലുമ്പോഴേ ഒപ്പിടാൻ നേരത്ത് ശ്യാമെന്ന് മാറിയിട്ട് മാറ്റി പറയരുത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു പാട്ട് പാടാവോ ശ്യാമേ? ഏതായാലും ചമ്മി. ശരി, നമുക്ക് ഡ്യൂട്ടിയിലാണോ? അപ്പൊ ഞാൻ തമാശ പറഞ്ഞാട്ടോ, എല്ലാ കാലം തമാശയാണ്. നമ്മുടെ ശ്യാമ നമുക്ക് സുഹൃത്താണ്. അപ്പൊ എന്തെങ്കിലും വിളിച്ചോട്ടെ, ഞാൻ കൊടുക്കാം. സാറേ കട്ട് ചെയ്യല്ലേ, സാർ തെറി വിളിക്കല്ലേ. ഇനി എനിക്ക് എന്നെ വിടുക റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടില്ലേ. ഇതൊരു പ്രാങ്ക് കോളാണ്. ബേസിൽ കോമഡി ഉത്സവത്തിലെ ബേസിൽ ബെന്നിയാണ് സാറിനെ ഒന്ന് പറ്റിച്ചതാണ്. എങ്ങനെയുണ്ട് സാറേ കേട്ടിട്ട്? ഇനി അറിയപ്പെടാൻ പോകുന്നു എയർശ്യാം എന്ന് അറിയപ്പെടുന്നു. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കട്ടോ, ഷൂട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ.